So now, tell me what is this old man? ഞാൻ ഒത്തിരി നാളുകളായിട്ട് ഞാൻ ഈ ഡെഫിനേഷൻ വായിച്ചിട്ട് ഈ പഴയ മനുഷ്യനെന്ന് ഒരു ടിഷ്യൂ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ടിഷ്യൂ. ഈ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. What do you mean by this old man? Thank you. Okay, I'm going slowly. What is this old man? Can somebody say that? എന്തുവാ ഈ പഴയ മനുഷ്യൻ എന്ന് എല്ലാവരും പഴയ മനുഷ്യൻ ഓൾഡ് മാൻ. What is this old man? What is this old man? പഴയ മനുഷ്യൻ. എന്തുവാ ഈ പഴയ മനുഷ്യൻ? അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പ്രത്യേകിച്ച് തൻ്റെ ലേഖനങ്ങളിലെല്ലാം put off the old man, put on the new man. The old man is crucified. So what is this old man? എന്തോ ഈ പഴയ മനുഷ്യൻ? Yeah. Okay, now I'm going to explain it because we have to get into the granular way of understanding. We get to the real granules so that we can understand it and we can see the root problem. So like when we have like in our work, like whenever we discuss something, let's get to the granular level. That means we're trying to get to the lowest level where we can understand the root cause. Okay, so old man ennu parayunnathu enduva? The man, the spirit, the human spirit. Again, the spirit, soul and body is very important. For many years we've been discussing about man is a triune being. He is a spirit, he possesses a soul, and he lives in a body. Again, I want you to get this. He is a spirit, he possesses a soul, and he lives in a body. He is a triune being. അപ്പോൾ ആദാമ്യ പാപത്താൽ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നുപോയി. ജീവനിൽ നിന്ന് അകന്നുപോയത് മാത്രമല്ല, പിശാചിൻ്റെ അടിമത്തത്തിലായി. ആദാമ്യ പാപത്താൽ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നുപോയെന്ന് മാത്രമല്ല, പിശാചിൻ്റെ അടിമത്തിന് കീഴിൽ വന്നതായ മനുഷ്യൻ്റെ ആത്മാവ്, അതാണ് പഴയ മനുഷ്യൻ. Are you getting it? It's not about soul, it's not about the body. It's the spirit of human being that was alienated from the life of Christ, life of God, when Adam became disobedient in the Garden of Eden. Are you getting it? So now, ഈ old man, പിശാചിൻ്റെ ഡൊമിനിയനിൻ്റെ കീഴിലിരിക്കുന്നതായ ഓൾഡ് മാൻ്റെ നേച്ചർ ഉണ്ടോ? Whatever the nature of the devil has been imparted onto the old man. Are you getting it? അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി മനുഷ്യൻ്റെ ആത്മാവ്. അകന്നു പോയെന്ന് മാത്രമല്ല, പിശാചിൻ്റെ അടിമത്തത്തിലായി. പിശാചിൻ്റെ അടിമത്തത്തിൽ വന്ന മനുഷ്യൻ്റെ ആത്മാവ് പിശാചിൻ്റെ എന്ന് പറഞ്ഞാൽ പിശാച് ഈ മനുഷ്യൻ്റെ ഹ്യൂമൻ സ്പിരിറ്റ് കൂടാണ് അവൻ്റെ വില്ല് എക്സിക്യൂട്ട് ചെയ്യുന്നത്. I want to go slowly. I know whatever I wanted to get that. Okay, so ഇപ്പോൾ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞത് പിശാചിൻ്റെ അടിമത്തത്തിലാണ്. പിശാച് ഈസ് ദ സ്ലേവ് മാസ്റ്റർ ആൻഡ് ദ ഓൾഡ് മാൻ, the human spirit was alienated from the life of God. That is the old man. It is under the dominion of the devil and it has the imparted sin nature of the devil. Now, so what is the nature of the old man? Just like the nature of the devil, because it's connected. It's connected. So now, until Jesus died on the cross, this old man was existing in this world with the nature of the devil. ഒരു ഭയങ്കര ഒരു സത്യം ഞാനിപ്പോൾ റിവീൽ ചെയ്യാൻ പോവാം. ആദാം നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു ഉടനെ തന്നെ ദൈവത്തിൻ്റെ ലൈഫിൽ നിന്ന് ഏലിയനേറ്റഡ് ആയി. അപ്പോൾ സംഭവിച്ചൊരു കാര്യം നോക്കണം. ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു,
സെപ്പറേറ്റ് ചെയ്തെന്ന് മാത്രമല്ല, അവൻ്റെ ഹൃദയത്തിൽ നന്മ തിന്മകൾ എഴുതപ്പെട്ടു. Are you following me? രണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് നടന്ന കാര്യമാണ്. ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി, അറ്റ് ദ സെയിം ടൈം അവൻ്റെ ഹൃദയത്തിൽ നന്മ തിന്മകൾ അല്ലെങ്കിൽ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടു. Are you getting my point? It happened simultaneously. The death happened. Spiritual death happened. He got separated. At the same time, the law was written in his heart. Why? Can you tell me why? Why that happened like that? അപ്പോൾ ഇനിയും ദൈവവും മനുഷ്യനുമായിട്ടുള്ള പാപിയായ മനുഷ്യൻ, പിശാചിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യന് ഇനി ദൈവം ഇടപെടുന്നത് ആ നന്മ തിന്മകളുടെ ആ റിട്ടൺ അകത്തെഴുതപ്പെട്ട ന്യായപ്രമാണത്തിൽ കൂടെ. അടിയറിങ്ങൻ. അപ്പം എന്തുകൊണ്ടാണ് ദൈവം ന്യായപ്രമാണം പാപിയായ മനുഷ്യനകത്തോട്ട് ഇട്ടെന്ന് ചോദിച്ചാൽ, ഇവനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇനിയും തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണം അവൻ്റെ ഹൃദയത്തിൽ കടന്നേ പറ്റൂ. You getting it? I wanted to go slowly. These are very important. ഇത് ഈ ഒരു ഏരിയയിൽ നിന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ചുരുൾ അഴിയുന്ന പോലെ ബാക്കി എഫേഷ്യൻസ് കൊലോഷ്യൻസ് എല്ലാം അഴിഞ്ഞു വരാൻ പോവാം. You getting it? നന്മ തിന്മകളെക്കുറിച്ചുള്ള വിഷത്തിൻ്റെ ഫലം അതായിരുന്നു നന്മ തിന്മ. അത് തന്നെയാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അത് കഴിച്ചു, ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി. അപ്പോൾ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയ മാനവജാതിയെ ഇനിയും രക്ഷയെങ്കിലേക്ക് നടത്തുവാൻ ദൈവം വെച്ച പ്ലാനാണ് ന്യായപ്രമാണം ഇൻ ഹിസ് ഹാർട്ട്. Are you getting it? So now you think about it. അപ്പോൾ ഈ മനുഷ്യൻ പിശാചിൻ്റെ അടിമത്തത്തിലായ ഈ മനുഷ്യൻ പിശാചിൻ്റെ വില്ല് എക്സിക്യൂട്ട് ചെയ്യുക. പിശാചിൻ്റെ വില്ല് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇവൻ്റെ ശരീരത്തിൽ കൂടെ. His body become the instruments of unrighteousness. His body become the body of sin. I want you to get this point. Are you seeing it? അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവും ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ്റെ ആത്മാവ് പിശാചിൻ്റെ അടിമത്തത്തിലായപ്പോഴത്തേക്ക് ഒരു സ്ലേവ് മാസ്റ്റർ എങ്ങനെ സ്ലേവിനെ ഉപയോഗിക്കുന്നത് പോലെ the devil was using the man. Are you getting it? So now whatever the slave master tells the slave, he has to do it. Whether he likes it or not, he has to do it. Are you getting it? എന്നാൽ അവന്, because he is under the dominion of the slave master, whatever the slave master tell him, he has to do it. Until somebody has to deliver him from the slave master. Okay? അപ്പോൾ അവൻ്റെ ആത്മാവിൽ പിശാചിൻ്റെ അടിമത്തത്തിൽ, പക്ഷെ അവൻ്റെ സോളിൽ, അവൻ്റെ മൈൻഡിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവുണ്ട്. ഗെറ്റ് ദിസ് പോയിന്റ്. ഇത് കേട്ട് കാണാം. അപ്പം അവനകത്ത് നന്മ ഏതാണെന്നറിയാം, തിന്മ ഏതാണെന്നറിയാം. പക്ഷേ ഇവന് തിന്മയ്ക്ക് അധീനനായ പിശാചിൻ്റെ ഡോമിനേഷനിൽ ഇരിക്കുക. അപ്പോൾ എപ്പോഴും ഇവൻ തിന്മ ചെയ്യുമ്പം അകത്ത് ഗിൽറ്റ് ആൻഡ് ഇത് വരും, കോണ്ടംനേഷൻ. ബിക്കോസ് നന്മയും തിന്മയും അവനറിയാം. അവൻ്റെ ആഗ്രഹം എന്തോന്ന് ചോദിച്ചാൽ നന്മ മാത്രം ചെയ്യണം, തിന്മ ചെയ്യരുത്. പക്ഷേ നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ the source of good is the life of God. I'm going slowly. The source of the good is from the life of God, but he doesn't have the life of God, but he has the life of the devil. So the thing is like he cannot do good because he doesn't have the source of the life of God, so he cannot do good. He don't want the evil. He don't want to do evil, but the thing is that his source is the evil, so he will do evil. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ wretched man, because എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നന്മ ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ ലൈഫ് എനിക്കകത്തില്ല. അപ്പോൾ ഈ മനുഷ്യൻ കിടന്നങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഞെരുവിലുള്ള അവനുണ്ട്, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നന്മ ചെയ്യാനുള്ള the source is disconnected from him. At the same time, തിന്മ ചെയ്യരുതെന്ന് അവന് ആഗ്രഹമുണ്ട്, പക്ഷെ he is under the dominion of the evil. Look at that man. He is struggling. ഇപ്പം നോക്കണം. അപ്പോൾ അങ്ങനെ മനുഷ്യനിങ്ങനെ സ്ട്രഗിൾ ചെയ്യുക. യേശുവിൻ്റെ
യേശുവിൻ്റെ ക്രൂശ് മരണം വരെയും മാനവജാതി സ്ട്രഗിൾ ചെയ്യുക. ആ സ്ട്രഗിളിനകത്തു നിന്ന് വന്നതാണ് റിലിജിയൻ. All the religions that is in the world has been formed out of that struggle, trying to find some way to please God. Because he is like, അവൻ്റെ മനസ്സിനകത്ത് അങ്ങ് ഭയങ്കര വിഷമോ. He is full of guilt and condemnation. So he thought, okay, maybe I'll find a way to get out from this guilt and condemnation. So I'll find some kind of a religion so that when I do those things, I'll get some satisfaction. Are you getting it? The kids, are you getting it? Understanding? Okay. അപ്പം ചിന്തിച്ചോണം. അപ്പം ഈ ഈവിള് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പിശാച് തന്നെ നമ്മൾ ഈവിള് ചെയ്യുമ്പോഴത്തേക്ക് അവൻ ഈ നന്മയും തിന്മയുടെ ഇതെടുത്തുകൊണ്ട് നമ്മളെ ഗിൽറ്റ് ആൻഡ് കോൺഡംനേഷൻ കൊണ്ടുവരും. എന്നെ തിന്മ ചെയ്യാൻ ഒരാൾ പ്രേരിപ്പിക്കുക, എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുക. ഞാൻ ചെയ്ത് കഴിയുമ്പോൾ പറയും, ഈ തിന്മ നീ ചെയ്തു. എന്നിട്ട് ദൈവത്തിന് മുമ്പിൽ പോയി ഈസ് ദി അക്യൂസർ ഓഫ് ദ ബ്രദറൻ. എന്നിട്ട് അവനെ കണ്ടു, അവൻ ചെയ്തത് കണ്ടു. പക്ഷേ ഈ സോഴ്സ് ആരാ? ഹി ഹിംസെൽഫ്. യു നോ ദ നേച്ചർ ഓഫ് ഹിം. അപ്പം നമ്മൾ നോക്കണം. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുക. എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് നന്മ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നന്മ ചെയ്യാൻ എനിക്ക് ദൈവത്തിൻ്റെ ലൈഫാണ് അതിൻ്റെ സോഴ്സ്. പക്ഷേ ദൈവത്തിൻ്റെ ലൈഫോട് ഞാൻ ഡിസ്കണക്റ്റഡ് ആയി, ഏലിയനേറ്റഡ് ആയിപ്പോയി. ഇപ്പോൾ ഈ സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യന് വേറെ ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഈ മനുഷ്യനാണ്, ഈ സ്ട്രഗിൾ ചെയ്യുന്ന ഈ മനുഷ്യനാണ് ഈ ന്യായപ്രമാണം കടക്കുന്നത് കൊണ്ട് അവൻ രക്ഷകന് വേണ്ടി കാത്തിരിക്കുക. ഇതാണ് പഴയ നിയമം മൊത്തം നമ്മൾ കാണുന്നത്. I need to get a savior. Somebody has to get me out from this dominion of the devil. He is my slave master. Somebody has to get me out from the slave master. So the devil are you getting it? You ചിന്തിച്ചോണം. ഇനിയും ഈ ഓൾഡ് മാൻ, ഈ പഴയ പിശാചിൻ്റെ ആധിപത്യത്തിലായ ഈ മനുഷ്യൻ, അവൻ്റെ സ്പിരിറ്റ്, ഇഫ് ഗോഡ് ക്യാൻ put him to death, the relationship is over. Are you getting what I'm saying? എന്ന് പറഞ്ഞാൽ എന്നെ ബോണ്ടേജിലാക്കിയിരുന്നത് എൻ്റെ വീണുപോയ ആത്മാവിൽ കൂടെ ആയിരുന്നു. ഇനി ആ വീണ്ടുപോയ ആത്മാവിനെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടെ അതോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അതോടുകൂടെ അടക്കം ചെയ്തു കഴിഞ്ഞാൽ now my old man is crucified. Now devil has nothing that can put over me. Are you getting what I'm saying? I know. you see that? അപ്പം 2000 വർഷം മുമ്പേ നിന്റെ പഴയ മനുഷ്യനെ യേശുവിനോടുകൂടെ ക്രൂസിഫൈ ചെയ്തു, അടക്കം ചെയ്തു. അത് നിനക്കകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് നിനക്കറിയാം, now devil has no dominion over me. Are you getting what I'm saying? So every sickness or everything what you are happening is because of something he's trying to get on your life. അപ്പോൾ നോക്കണം. അപ്പോൾ ഇവന് അപ്പോഴത്തേക്ക് ഇത് പ്രോബ്ലം എന്താ നോക്കണേ. Let me get some water. അപ്പം I want to explain that again. So അവൻ്റെ ആത്മാവ്, see this is going to be continued in our fasting prayer, so I'm not trying to get everything out today. So this will be a continuation. This is going to be huge. So അപ്പം അവൻ്റെ ആത്മാവ് പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്നു. പക്ഷെ അവൻ്റെ സോളിനകത്ത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം കിടക്കുക. ദൈവത്തിൻ്റെ ന്യായപ്രമാണം കിടക്കുന്നതുകൊണ്ട് അവന് നന്മയും തിന്മയും അറിയാം. ഈ നന്മയും തിന്മയും അവനകത്തില്ലായിരുന്നെങ്കിൽ പിശാച് would make him the worst. He can do anything with the man. Are you getting it? ഈ നന്മയും തിന്മയെക്കുറിച്ചുള്ള അറിവ് ഇവൻ്റെ ഹൃദയത്തിനകത്ത് അവൻ ആത്മീകമായി മരിച്ചപ്പോൾ ഇട്ടില്ലായിരുന്നുവെങ്കിൽ he can do anything he wants. But because he has the knowledge of good and evil and he has the free will, he still have, like, even he still can resist it. Are you getting it? അപ്പോൾ ഇനി അവൻ്റെ ആ മനുഷ്യന് ആത്മാവ് അവൻ്റെ അടിമത്തത്തിലായി, സോളിനകത്ത് അവൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം കിടക്കുകയാണ്. അപ്പം ഓരോ പ്രാവശ്യവും മറ്റവൻ ഇവനെ കൊണ്ട് പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച് പാപം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ മനസ്സിനകത്ത് ഭയങ്കര വിഷമോ. I did something wrong.
but he can't do anything because he's under the dominion of the devil. Though he wanted to do good, he cannot do good because he's not connected with the source of the good, which is God's life. But he's connected with the evil. So he can do only evil even though he doesn't want to do. ഇനി അവൻ്റെ ശരീരത്തെ നോക്കിയേ, ശരീരത്തെ നോക്കിക്കാണേ. ഇനി ആ റോമൻ 6 പോയി കാണാം. ഈ ശരീരം is the body of sin. Okay, I want you to get like Romans 6:6. ഭയങ്കര ചൂടെടുക്കുന്നു എനിക്കിവിടെ. അപ്പോൾ നമ്മുടെ ആത്മാവ് അവൻ്റെ ആധിപത്യത്തിൽ ഫുള്ളി അണ്ടർ ദ ഡൊമിനിയനിലാണ്. നമ്മുടെ സോള്, നമ്മുടെ ഹാർട്ട്, മൈൻഡ്, വിൽ, ഇതിനകത്ത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം കിടപ്പുണ്ട്. ഈ ന്യായപ്രമാണം ദൈവം അവനകത്തിട്ടിരിക്കുന്നത് രക്ഷകനിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് അവനകത്ത് ഈ ന്യായപ്രമാണം ഇട്ടിരിക്കുന്നത്. അവൻ രക്ഷകൻ്റെ അനുഭവം അടുത്ത് വന്നു കഴിഞ്ഞ് രക്ഷകനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ പർപ്പസ് കഴിഞ്ഞു. ഈസ് എ സ്കൂൾ മാസ്റ്റർ. Are you understanding? അപ്പം ആ രക്ഷകനിലേക്ക് നയിച്ച് രക്ഷകൻ്റെ ലൈഫ് അകത്ത് വരുന്നിടം വരെയുമായിരുന്നു ന്യായപ്രമാണത്തിന് ഇതിൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ നോക്കുകയാണെ, knowing this, that our old man is crucified with him, the body of sin might be destroyed, that henceforth we should not serve sin. ഇനി നോക്കുകയാണെ, അപ്പം യേശുക്രിസ്തുവിൻ്റെ കാൽവറി കുരിശ് മരണത്തോടുകൂടെ എൻ്റെ പഴയ മനുഷ്യനെ യേശുവിനോടുകൂടെ ക്രൂശീകരിക്കപ്പെട്ടു, യേശുവിനോടുകൂടെ മരിച്ചു, യേശുവിനോടുകൂടെ അടക്കം ചെയ്തു. അപ്പോൾ അതോടുകൂടെ പിശാചിന് എൻ്റെ മേലുള്ള ഡൊമിനിയൻ കഴിഞ്ഞു. അതിനു മുമ്പേ this was the body of sin. He was executing, my body was the devil was using my body to execute his will in the earth. എൻ്റെ കൈ അനീതിയുടെ ആയുധങ്ങളായിരുന്നു, എൻ്റെ കാല് അനീതിയുടെ ആയുധങ്ങളായിരുന്നു, എൻ്റെ കണ്ണ് അനീതിയുടെ ആയുധങ്ങളായിരുന്നു. All of a sudden, when that master who forced me to do evil has been detached, the hand become unemployed, the eyes become unemployed, because no more order is coming from the slave master, because the slave master has been cut off and I have taken out from the slavery. There is no more order for me to do sin is coming. Oh, are you getting it? എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന മനുഷ്യന് he was just he is using his body to execute the will of the devil. അപ്പോൾ പഴയ മനുഷ്യൻ മരിച്ചെന്ന് ഞാൻ അറിഞ്ഞില്ല എങ്കിൽ വീണ്ടും ഞാൻ ഈ സ്ലേവ് മാസ്റ്റർ പറയുന്നത് ഞാൻ വീണ്ടും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓ, are you getting it? If I don't know, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, knowing this, that old man is crucified with him, that the body of sin might be destroyed. ഈ destroyed എന്നുള്ള വാക്യം, ഈ വാക്ക്, if you go and look at I have another Greek Bible dictionary. So destroyed means unemployed. The actual meaning of the word destroyed in Greek is unemployed. Because the slave master whom used to execute this body to get his will done, now you're cut off. Are you getting it? ഇനി അത് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിശാചിന്റെ പരിപാടി എന്തോ? ഡിസെപ്ഷൻ. ഇന്ന് ഞാൻ യേശുക്രിസ്തുവിന്റെ കാൽവറി കുരിശ് മരണത്തിൽ എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ മരിച്ചു, അടക്കം ചെയ്തു. ഞാൻ ഇനി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് പുതിയ മനുഷ്യനായിട്ട്. യേശുവാണ് എൻ്റെ മാസ്റ്റർ, ഈസ് ദ ലോർഡ്. Are you getting it? അപ്പം നോക്കണേ, അപ്പോൾ ഇന്ന് ഒരു വ്യക്തിക്ക് പാപത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ വരുന്നുണ്ടെങ്കിൽ what is the remedy for it? He has to first understand that he is no longer under the slave master. His master has been changed.
The body of sin must be the body of sin. It was body of sin. Now this must be unemployed. Either, are you guys getting it? Huh? I was talking to Sarah about it. Sarah said, oh, this is great. Are you getting it? So the master who used to give me order to do sin, that was through my old man. That old man is died, crucified, died, and buried with Christ. If my soul doesn't know what happened to the old man, the slave master will still put me under the slavery. But knowing your old man is crucified with Christ is very important. For you to get deliverance from sin, you must know and reckon it and grow that your old man is crucified with Christ, and now devil has no dominion over me. Are you seeing it? Are you seeing it? അപ്പോൾ ഇന്ന് പാപപ്രവൃത്തി വിശ്വാസത്തിലായ ഒരു വ്യക്തിക്ക് വീണ്ടും പാപം ചെയ്യുന്ന വെച്ചാൽ അറിവില്ലായ്മ. എൻ്റെ ജനം പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് നശിച്ചു പോകുന്നു. ഏത് പരിജ്ഞാനമാ? ലോകത്തിലെ ജ്ഞാനമല്ല. യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ പൂർത്തീകരണ പ്രവൃത്തിയിൽ എനിക്ക് ലഭിച്ചത്, എനിക്ക് സംഭവിച്ചത് ഞാൻ അറിയാത്തതിൻ്റെ ഈ അറിവില്ലായ്മ കൊണ്ട് ഇവൻ എന്നെ അടിമപ്പെടുത്തുക. Are you seeing it? Are you seeing it? ഇന്ന് ഈ അടിമത്തത്തിലാണ് ഇന്ന് ലോകം കിടക്കുന്നത്. ഈ അടിമത്തത്തിൽ കിടക്കുന്നവരുടെ അടിമത്തം 2000 വർഷം മുമ്പേ യേശുവിൻ്റെ കാൽവറി ക്രൂശ് മരണത്തോടുകൂടെ അതിന് ഫ്രീഡം കൊടുത്തതാ. പക്ഷേ there was nobody to go and tell them. Are you getting it? ഇന്ന് എന്നെ നിന്നെ ആക്കിയിരിക്കുന്നത് ഇത് വിളിച്ചു പറയാനാ. Oh, your old man is crucified with Christ. No longer I, but him. It's not about me. It's all about him. Oh, എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ഇനിയും അതിനെ മേക്കപ്പ് ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്ത് nothing. It's only good to die. And it is dead. ഇനിയും ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. എൻ്റെ ശരീരം വിലയ്ക്ക് വാങ്ങി. Think about it. എൻ്റെ ശരീരം അവൻ വിലയ്ക്ക് വാങ്ങി. എന്തിനാ? Because now എൻ്റെ ഹാൻഡും എൻ്റെ കാലും എൻ്റെ കണ്ണും ഇതെല്ലാം it's the body of righteousness. It's the body of Christ. Now it was the body of sin. Now when I understand the old man is crucified with Christ and I'm not under the dominion of the old man or the devil, now this body becomes employed by Christ. Oh, are you getting it? The body of sin becomes body of Christ. Because now എൻ്റെ കൈ എൻ്റെ കാല് ഇതെല്ലാം അവൻ്റെ വില്ല് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക, തയ്യാറായിട്ട് നിൽക്കുക. Lord, tell me what to do. Tell me what to do. ഒരു സമയത്ത് പിശാചിൻ്റെ ആധിപത്യത്തിലായിരുന്ന നമ്മൾ അവൻ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലുക. ഈ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ കിടക്കുന്നതുകൊണ്ടാണ് അവൻ വിചാരിക്കുന്ന എല്ലാം സംഭവിക്കാതെ പോയത്. Did you get that? അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ it's like a plain slate. Whatever he wanted to do, people can do it. Are you getting it? അപ്പോൾ ഇന്ന് ഞാൻ നീതിയുടെ ആയുധമായിട്ട് സമർപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ അറിയണം 2000 വർഷം മുമ്പേ എന്നെ അടക്കി വാഴുന്നിരുന്നതായ പിശാചിൻ്റെ ആധിപത്യത്തിലായിരുന്ന പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശീകരിക്കപ്പെട്ടു, യേശുവിനോടുകൂടെ അടക്കം ചെയ്തു. ഇന്ന് ഞാൻ ജീവിക്കുന്നത് പുതിയ മനുഷ്യൻ്റെ മാസ്റ്ററായിട്ടാണ്. പുതിയ മനുഷ്യനാണ്. യേശുവാണ് എൻ്റെ ലോർഡ്. Oh, you see that? Same body. ഇനി ഒരു വലിയൊരു ട്രൂത്ത് ഞാൻ പറയാൻ പോവാം. This is going to be radical. So you have a spirit, you have a soul and the body. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു. ഏതെങ്കിലും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ വീണിട്ടുണ്ടെങ്കിൽ it has to die. If anything goes below the standard of God, there is no repairing process, there is no modification. It has to die. It is condemned to death. അപ്പോൾ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് വീണതാണ് നമ്മുടെ ആത്മാവ്. ആ ആത്മാവിനെ condemned to death and is went through crucifixion, death and burial. ഇനിയും നമ്മുടെ body didn't go through that. You getting it? The body also fallen down. So now this body will die because of it has fallen from the standard of God. So the body will die. It is coming. So the spirit part, Jesus already took care of it. Now what should be happen? ഇപ്പം ഇന്ന് എന്താ സംഭവിക്കേണ്ടത്? Now your soul must go through death, burial and resurrection.
Oh, I don't know whether you got that. Are you seeing it? The Spirit went through the process of God. Whatever fallen, whatever fell short of the standard of God, it has to die. There is no makeup. There is no repairing to bring it back to the standard. It must die, condemned to death. So your spirit, the fallen spirit, because of the disobedience of Adam, alienated from God, that has been dead in Christ. So now, ഇന്ന് ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്താ ചോദിച്ചാൽ my soul has to go exactly through the crucifixion, death, the burial, and the resurrection. Are you getting what I'm saying? So ഇന്ന് നമ്മളെന്ന് പറഞ്ഞാൽ soul, spirit part is taken care by Jesus. Body is going to die. You can't do anything with that. ആ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് വീണത് കൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ഭൗതികമായി മരിക്കുന്നത്. അടിക്കണിയതാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ദൈവം ആഗ്രഹിക്കുന്നത് soul. My soul has to start believing. The old man is crucified. It's no longer me now. It's buried. Now it's the new man. ഈ സോളിനകത്താണ് ഈ crucifixion, death, burial, and resurrection has to go through your soul. Every time we speak about the finished work, you're going through that process. You can't do nothing about the spirit. It's already taken care. You can't do nothing about the body. Body is going to die. Whether you do anything, your body is judged to die. So ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ദൈവവചനം വായിക്കുന്നത്? ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫെലോഷിപ്പ്? The soul needs to go through exactly what happened to your spirit. യേശുവിനോട് കൂടെ ഞാൻ മരിച്ചു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഇതങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് അവൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. Are you seeing it? അപ്പോൾ എന്തോ യേശു ക്രിസ്തു പറഞ്ഞത്? You shall know the truth and the truth shall set you free. What is the truth? It's all about him and his finished work on the cross. Are you getting it? Are you getting it? I already preached a big message. നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ ഇന്ന് സഭകളിൽ നമ്മുടെ ഫെലോഷിപ്പുകളിൽ എവിടെ രൂപാന്തരം, മനസ്സിന് രൂപാന്തരം. Nothing you can do about the spirit. It's already taken care. Only you have to believe and receive Jesus as your Lord and Savior. Now, ഇന്ന് നിന്നെ ഈ ലോകത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വില്ല് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്നെ ആക്കിയിരിക്കുക. എൻ്റെ കയ്യ്, എൻ്റെ കാല്, ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ വില്ല് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഐ ബിലീവ് ഇറ്റ്. അപ്പോൾ ഈ കയ്യ് അനീതിയുടെ ആയുധങ്ങളായിട്ട് ഇനി സമർപ്പിക്കരുത്. സമർപ്പിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു നോ. Are you getting it? Are you getting it? I don't know, ഭയങ്കര ചൂടുണ്ട്. ഓക്കെ, ഇനി ഞാൻ സമയത്രേ? ഓക്കെ, 8:30 തീർത്താം. We're going to continue on the same. I think that is powerful. I'm trying to get this out for a long time. Okay, now, so you got what is, okay, let me ask you again. Now when you read old man, okay, I want an interactive way. So what is old man? ഏതോ പഴയ മനുഷ്യൻ. പഴയ മനുഷ്യൻ എന്തുവാ? That was your spirit, fallen, alienated from God, under the dominion of the devil, had the sin nature. And this body was the body of sin, executing the sin nature of my old man. Are we getting it? ഇന്ന് നമ്മൾ പാപം ചെയ്യണമെങ്കിൽ ബാഡി കൊണ്ടാണ് പാപം ചെയ്യുന്നത്. ബാഡി കൂടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ ബാഡി ഇന്ന് നീ ഇനി പിശാചിന് കൊടുക്കരുത്. ഇന്നും ഇവൻ്റെ പരിപാടി എന്നറിയാവോ? പിശാചിൻ്റെ പരിപാടി എന്ന് ചോദിച്ചാൽ യു ഷുഡ് നോട്ട് നോ. ഒറ്റ ഡിസെപ്ഷനേ ഉള്ളൂ. People should not know. People should not know. If people don't know, I can put them under me, put them as slaves. Can you believe this? 2000 വർഷം മുമ്പേ മാനവജാതിയെ മൊത്തം പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണത്തിൽ വിടുവിച്ചു കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഞാനും നീയും അറിഞ്ഞില്ലെങ്കിൽ he is going to come and put you as a slave again. Oh, the knowledge is very important. That's why you everywhere you go, you keep preaching. You keep learning, because the knowledge is going to transform you. The knowledge of what happened to you on the cross is going to transform you.
That's going to change your body, because the instruments of righteousness, instruments of sin, are the body of sin become body of Christ. Now എൻ്റെ കയ്യ്, എൻ്റെ കാല് വലിയ അകത്തു നിന്ന് എൻ്റെ മാസ്റ്റർ Lord is using my body to execute his will. So he needs your body. ഇന്ന് എൻ്റെ കയ്യ് പിശാചിൻ്റെ അനീതിയുടെ ആയുധങ്ങളായിട്ട് സമർപ്പിച്ചിട്ട് ഞാൻ ദൈവവൈതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's contradicting. Because your master has been changed. Your master is the king of righteousness. Now all the things what is going to happen through your body, through your hand, through your mouth, everything has to be happen for the righteousness cause. Okay? So now clear it out. ഇപ്പോൾ ഇത് മനസ്സിലായി കാണുന്നത്. ഇനിയും പിശാച് വീട്ടിൽ ബന്ധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ how he is going to do? ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പിശാച് ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ what is the problem? You don't know. He is trying to work in your ignorance. What is he going to work? How is he going to work? He doesn't have power. He has deception. Unrenewed mind. Unrenewed mind കൂടെ മാത്രമേ ഉള്ളൂ പിശാചിനെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. He doesn't have the legal access, but he will work on you through deception. എല്ലാം കഴിഞ്ഞില്ല. അതുകൊണ്ടല്ലേ think about it. ഈ ഫിനിഷ്ഡ് വർക്കിന് ഭയങ്കര എതിർപ്പ് വരുന്നുണ്ട്. യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഈ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര എതിർപ്പ് വരുന്നതിൻ്റെ റീസൺ എന്താ? ബിക്കോസ് ഹി നോസ് once this believers understand everything is done, all he need to do is like believe. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് അപ്പം ഒന്നും ചെയ്യണ്ടായോ? See, that's a foolish question, because now my body become the body of righteousness, the body of Christ. Now I'm executing the will of God. I'm not doing anything out of my own ambition. I'm just like an animation for the life of God. You don't know, like നമ്മൾ ഇങ്ങനെ അറിയാതെ തന്നെ ആ കർത്താവിൻ്റെ വില്ലിലോട്ട് അങ്ങ് പോവുകയാണ്. അറിയാതെ തന്നെ നമ്മുടെ കൈ നീതിക്കായി ദാഹിക്കുന്ന കൈ നമ്മൾ അറിയാതെ തന്നെ. ഇതൊരു സ്ട്രഗിൾ അല്ല. സ്ട്രഗിൾ എന്താണെന്ന് ചോദിച്ചാൽ യു അണ്ടർസ്റ്റാൻഡ് ദിസ്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ഇത് ഈ വർക്ക് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പറയാം, അപ്പോൾ ഗുഡ് വർക്ക് ഒന്നും വേണ്ടായോ? വാട്ട് ഈസ് ഗുഡ് വർക്ക്? ഹീസ് വർക്കിംഗ് ത്രൂ യു. ഹീസ് വർക്കിംഗ് ഔട്ട് ത്രൂ യു, executing his will. When you execute his will, it has to be righteous. നിന്റെ ശരീരത്തിൽ കൂടെ വരുന്നത് നിന്റെ സംസാരവും. The thing is, like, as you grow in this knowledge, what happens is നിന്റെ സംസാരം ചേഞ്ച് ചെയ്യും. Are you saying it is because the power of the truth? It's not about your personality. The truth will change you. Girls, getting it? So അപ്പോൾ ഇന്ന് നമ്മൾ നോക്കണം. Okay, go to the next one. I explained all this. The old man is crucified, therefore body of sin must be unemployed. ഇനിയും നിനക്ക് പിശാചിന്റെ ആധിപത്യത്തിൽ കഴിയേണ്ട ആവശ്യമില്ല. നീ കഴിയുന്നുവെങ്കിൽ it is because of your ignorance. ഒരു സമയത്ത് കഴിയണമായിരുന്നു. അന്ന് നിന്നെ ദൈവത്തിൽ നിന്ന് ഇച്ചിരെങ്കിലും കണക്ട് ചെയ്ത് നിർത്തിയത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവായിരുന്നു. അതും കൂടെ അവന്റെ ഹൃദയത്തിൽ ഇല്ലായിരുന്നെങ്കിൽ he would have destroyed the whole human race. Are you getting what I'm saying? The dual purpose. God doesn't want man to be completely destroyed by the devil. So that's why he put the knowledge of good and evil. That was the law. That is the new ന്യായപ്രമാണം. ആ ന്യായപ്രമാണം കൊടുത്തത് രക്ഷകനിലേക്ക്. He's a school master. രക്ഷകനിലേക്ക് നയിക്കുവാനാണ്. ഒരു വ്യക്തി രക്ഷകനിൽ വന്നു, യേശു അകത്ത് വന്നു കഴിഞ്ഞാൽ he is no longer live by the law. You are dead to the law. See, ഇതാണ് ഇന്ന് ഏറ്റവും വലിയൊരു ഡിബേറ്റ് നമ്മുടെ സഭകളിൽ നടക്കുന്നത്. ന്യായപ്രമാണം വേണോ? What? Get to the granularity of what happened around the cross. Are you getting what I'm saying? ഇന്ന് നീ ജീവിക്കേണ്ടത് ഒറിജിനലി ദൈവം മനുഷ്യനെ ഏതിനു വേണ്ടിയാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതുപോലെ നീ ജീവിക്കേണ്ടത്. Man should live by his life. Are you seeing it? Man shall live by his life. Man shall live by his life. ഇനി ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ദൈവനെ കാണിച്ചൊരു കാര്യമാണ്. അപ്പം ഈ മനുഷ്യനകത്ത് നന്മയും തിന്മയും മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ take a verse, അല്ലെങ്കിൽ നിങ്ങൾക്കത് you know that there is a verse, Romans 2:4 ആരെങ്കിലും I think it's Romans 2:14. Okay.
ഓക്കെ, അടുത്ത് ന്യായപ്രമാണം എഴുതപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ന്യായപ്രമാണത്തിൻ്റെ അകത്ത് കിടക്കുമ്പോൾ അവനറിയാം നന്മയും തിന്മയും എന്താണെന്നറിയാം. അപ്പം അവന് നന്മ ചെയ്യാൻ പറ്റുന്നുമില്ല, ആഗ്രഹിക്കാത്ത തിന്മ വരികയും ചെയ്യും. അപ്പം അവൻ കിടന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആർക്ക് ഇതിനകത്തൊന്ന് വിടുവിക്കാൻ പറ്റും? യേശു ക്രിസ്തു. Are you getting my point? Oh, he wanted to do good, but he doesn't have the source of the good, which is the life of God. But he is doing evil because he is dominated by the sin nature, which is connected with the devil. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ആർ വിടുവിക്കും? ബോഡി ഓഫ് ദിസ് ഡെത്ത് എന്നാണ് പറഞ്ഞത്. മറ്റേത് പറഞ്ഞ ബോഡി ഓഫ് സിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോഡി ഓഫ് ദിസ് ഡെത്ത്, ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് in our fasting prayer. Body of sin and body of death, it is two different things. Okay? എന്നെ ആർ വിടുവിക്കും? ഈ ന്യായപ്രമാണം അകത്ത് വന്നു. അപ്പോൾ എന്തോ പിശാച് ചെയ്തെന്ന് നോക്കിക്കോണേ. അപ്പോൾ ആദ്യം നന്മയും തിന്മയും ക്ലിയർ, അകത്ത് നന്മയും തിന്മയും അവർക്ക് മനസ്സിലായി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങി. അവരുടെ ഈ കോൺഷ്യൻസിനെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവൻ തിന്മ നന്മയാക്കി ചിന്തിക്കാൻ തുടങ്ങി. കഴിയുമ്പോൾ അവൻ കറക്റ്റ് ചെയ്തു ഇവരുടെ കോൺഷ്യൻസിനെ. അപ്പോഴത്തേക്ക് ദൈവം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2000 years. അതുകൊണ്ടാണ് ന്യായപ്രമാണം വെളിയിൽ കൊടുക്കാൻ ഒരു ജാതിയെ തിരഞ്ഞെടുത്തത്. Are you getting it? Because God knows that if we are not going to give external law to the man, what is going to happen is that his man's conscience is totally corrupted now. Now, if we don't give external, the devil will totally corrupt him, and it's difficult for a savior to come. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ആ ന്യായപ്രമാണം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നതും ഇസ്രായേലിന് ന്യായപ്രമാണം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇപ്പം തന്നെ ഈ അമേരിക്ക തന്നെ the lot of sins, because of everybody is talking as it's common, we don't think it is sin anymore. It's like acceptable. Oh, that's okay. Are you understand what I say? The corrupting your conscience. Oh, this is okay. That's okay. Everybody is doing it. It's corrupting your conscience. That is what he was doing it. So അതുകൊണ്ടാണ് ദൈവം ഒരു ജാതിയെ തിരഞ്ഞെടുത്തു. ഈ ജാതിയിൽ കൂടെ written law that cannot be corrupted is written there. Through this through the nation I will bring my Messiah. You getting it? I'll close this soon. Okay? അപ്പം മനസ്സിലായല്ലോ. ജാതികൾ ഇത് മനസ്സിനകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ മനസാക്ഷിക്കകത്തു നിന്നാണ് എല്ലാ മതങ്ങളും ഉണ്ടായിരിക്കുന്നത്. അവരും എന്ന് പറഞ്ഞാൽ ഈ നന്മയും തിന്മയും. അപ്പം ഒരു കാര്യം ദൈവം എന്നെ കാണിച്ചത്, നന്മ ഏതാ തിന്മ ഏതാന്ന് ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, അത് ദൈവം മാത്രം. അതുകൊണ്ടാണ് മനുഷ്യനോട് പറയുന്നത് നീ കഴിക്കരുത്. നിനക്കറിയത്തില്ല നന്മ ഏതെന്ന് പറഞ്ഞാൽ എൻ്റെ നന്മ നിനക്ക് തിന്മയാണ്. യു സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് വേൾഡ്. ഒരു ഗ്രൂപ്പ് ആൾക്കാർ ബാക്കിയുള്ളവരെല്ലാം കൊല്ലും, അവരെ നോക്കുമ്പോൾ അതാ നന്മ. Are you seeing what I'm saying? Because you don't know what is good and evil. Only God who knows the good and evil. You do not know. You only have to depend on him. അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് ഗുഡ് ആൻഡ് ഈവൽ അല്ല ജീവിക്കുന്നത്. യു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്. ബിക്കോസ് യു ഡോണ്ട് നോ. ഒരു 10 ഗുഡ് ഇങ്ങോട്ട് തരുക, which is the good one? You don't know. That's why you are led by the Spirit. As many are led by the Spirit, they are the sons of God. ഇന്ന് I'm not living by the knowledge of good and evil. I'm living by the led by the Spirit. 10 ഗുഡിൽ പിക്ക് ചെയ്യാൻ പോയാൽ I'm going to spend time. I don't know which is the good. But if you are led by the Spirit, he knows what is good. Are you getting my point? I think I already got out a lot of truth. It will when you start reading Romans 6, 7 and 8, you're going to see it. Okay? I'll just close it. We will continue this. I'm telling you, this is going to be, if you come and like those fasting prayer, you will see total deliverance. Like ഒരു വ്യക്തി വന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ രോഗസൗഖ്യം ഏറ്റെടുക്കുന്നതാണോ നല്ലത്, ഞാൻ കാൽവറി ക്രൂശിൽ ഇത് മനസ്സിലാക്കി എനിക്ക് രൂപാന്തരം വന്ന് ഞാൻ walking in health ആണോ better? Are you? See, there is nothing wrong with the healing. No. You and me have to get to the Word of God. Understand who is the source of all these evil, all the source of sickness. If you know this has been detached 2000 years ago, there is no legal right for you to get it. ഇനി ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ,
I don't want to get there. ഇതുകൂടെ മാത്രം പറഞ്ഞിട്ട്. സോ now, ഇപ്പോൾ നമ്മൾ ആദ്യം രക്ഷയുടെ അനുഭവത്തിൽ വന്നു. ഓക്കെ, ദീസ് ആർ ഓൾ ലൈക്ക് ഈ മണിക്കൂറുകൾ ചെയ്യേണ്ട, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുക. സോ ദാറ്റ്സ് വൈ സംടൈംസ് ഐ ഫീൽ ലൈക്ക് ഐ ആം ഓക്കെ. അപ്പോൾ ഒറിജിനൽ ക്രിയേഷൻ, ദൈവത്തിൻ്റെ ഒറിജിനൽ ക്രിയേഷൻ അകത്തുനിന്ന് ആദാമ്യ പാപത്താൽ വീണുപോയി, അങ്ങ് താഴോട്ടങ്ങ് വീണുപോയി. ആ വീണ് പോയതിന് ശേഷമാണ് യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ വരുന്നു, ക്രോസ് വന്നു. ക്രോസ് വന്നിട്ട് പഴയ മനുഷ്യനെ യേശുവിനോടുകൂടെ ക്രൂശീകരിക്കപ്പെട്ടു, അടക്കം ചെയ്തു, ഉയർത്തെഴുന്നേറ്റത് പുതിയ മനുഷ്യനായിട്ടാണ്. ഇന്ന് ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടി ചെയ്തതല്ല, ഇത് മാനവജാതിക്ക് മൊത്തമായിട്ട് ചെയ്തത്. ഇനി വിശ്വസിക്കുന്നവർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബെനിഫിഷ്യറി ആകത്തുള്ളൂ. ആർ യു ഗെറ്റിംഗ് ദാറ്റ് പോയിന്റ്? ലോകത്തിന് മൊത്തമായി ചെയ്ത കാര്യമാണ് യേശു ക്രിസ്തു കാൽവറി. പക്ഷേ ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ മാത്രമേ ഇത് വ്യാപരിക്കുള്ളൂ. വിശ്വസിച്ചില്ല എങ്കിൽ അവർക്ക് വേണ്ടി ചെയ്ത വലിയ പ്രവൃത്തി അവരനുഭവിക്കാതെ നരകത്തിൽ പോവാ. ഓ, ആർ യു സീയിങ് ദാറ്റ്? യേശു എല്ലാം ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഈ ഗുഡ് ന്യൂസ് ആ വ്യക്തി മനസ്സിലാക്കാതെ അവൻ അതിൻ്റെ ബെനിഫിഷ്യറി ആയി തീർന്നില്ല എങ്കിൽ യേശു ചെയ്തതും സർവ്വതും വൃഥാവാക്കി കളഞ്ഞു നരകത്തിൽ പോവാ. ഓ, can you believe that? അതുകൊണ്ടാണ് എന്നെയും നിന്നെയും വിളിച്ചത് ഈ ഗുഡ് ന്യൂസ് പറയാനാണ്. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ just tell the people you're no more under slavery. You're no more under slavery. Come on. It's not about how to become holy. No. You only believe he has created you in his image and in his likeness. അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നീതിയിലും തേജസ്സിലും നിന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുക. ഓ, are you getting it? Okay. Now, ഇനിയും അടുത്ത ഫാസ്റ്റിംഗ് പ്ലാൻ will explain those things. I'll just go quickly. ഇപ്പോൾ ഒരു വ്യക്തി പാപത്തിന് ഈ അരിഷ്ട മനുഷ്യൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നന്മ ചെയ്യാൻ പറ്റുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ അവൻ്റെ ജീവിതത്തിൽ വരിക. അങ്ങനെ വരുന്ന അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അന്നേരമാണ് യേശു ക്രിസ്തു അവൻ്റെ അടുത്ത് വരുന്നത്. ഐ ക്യാൻ സേവ് യു. അങ്ങനെ ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയെ ഉള്ളൂ യഥാർത്ഥമായിട്ട് രക്ഷയുടെ അനുഭൂതി വന്നിട്ടുള്ള. I'm just telling you, if you haven't come to that reality in your life, you haven't really saved. I want to get that one. If you haven't come to that place of like, oh wretched man that I am, I couldn't do it, അന്നേരമാണ് Savior will come and you get saved. Real salvation happens only when you come to the wretchedness. Okay? Now, new birth. Now the next is the blood. യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ അവൻ്റെ രക്തം കൊണ്ട് നിനക്ക് എന്ത് ലഭിച്ചു? Now is it? ഇനി നോക്കണേ, ഇപ്പം നമ്മൾ പാപം ചെയ്തു, ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോഴത്തേക്ക് ഈ സിൻ ആൻഡ് ഗിൽറ്റ് കോൺഷ്യസ് കൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കും, ദൈവത്തിൽ നിന്ന് അകന്നു പോയി നിൽക്കുക. ബിക്കോസ് ദാറ്റ് യു നോ ദാറ്റ് ആദം പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴേ ദൈവം വന്നപ്പോഴത്തേക്ക് അവൻ ഓടി മറഞ്ഞു കളഞ്ഞു. ഇത് തന്നെയാണ് മനുഷ്യൻ. പാപം ചെയ്തു പോയ മനുഷ്യന് അവനകത്ത് ഗിൽറ്റ് കോൺഷ്യസ് ഇസ് ദെയർ. അപ്പോൾ ഇനി അവനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം? അവൻ്റെ ഗിൽറ്റ് കോൺഷ്യസ് എടുത്ത് മാറ്റിയേ പറ്റത്തുള്ളൂ. ഈ ഗിൽറ്റ് കോൺഷ്യസ് shall be purged out only by you knowing the value of the blood. Are you getting it? നിനക്ക് യേശുവിൻ്റെ രക്തത്തിൻ്റെ വില, പിതാവാം ദൈവം യേശുവിൻ്റെ രക്തത്തിന് കൊടുത്തിരിക്കുന്ന വില നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ ഇന്നും പാപബോധവും കുറ്റബോധത്തിൽ പിശാചിനെ അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. You will never come to the throne of grace. Are you getting what I'm saying? So ദൈവത്തെ അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയാം, you want to know the blood, what the blood did. അപ്പോഴത്തേക്ക് നമ്മൾ ഓ ഗോഡ്, യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും പാപം 2000 വർഷം മുമ്പേ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ക്ഷമിച്ചു കഴിഞ്ഞു. ഒരാൾ എന്നോട് ചോദിച്ചു, ബ്രദറെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഫ്യൂച്ചർ സിന്ന് ക്ഷമിച്ചെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഞാൻ ചോദിച്ചു, യേശു ക്രിസ്തു 2000 വർഷം മുമ്പേ രക്തം ചൊരിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാം സിന്ന് ഫ്യൂച്ചർ അല്ലായിരുന്നോ? So if God cannot forgive your future sins, you are in big trouble. യേശു 2000 വർഷം മുമ്പേ മാനവജാതിയുടെ മൊത്തമാണ്. നീ ചോദിക്കാതെ തന്നെയാണ് അവൻ്റെ രക്തം ചൊരിഞ്ഞ് നിന്റെ പാപത്തെ നീ ചോദിക്കാത്തതിന് മുമ്പേ. നീ ചോദിച്ചു കർത്താവേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ബ്ലഡ് അപ്ലൈ ചെയ്യല്ല. നീ ചോദിക്കാതെ തന്നെ നിന്റെ പാപം മൊത്തം യേശുവിൻ്റെ കാൽവറി ക്രൂശിനാൽ ക്ഷമിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് കം ബോൾഡ്ലി ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്.
എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ബോൾഡായിട്ട് ദൈവസന്നിധി ചെല്ലണമെന്നുണ്ടെങ്കിൽ ഹി നോസ് ദ വാല്യൂ ഓഫ് ദ ബ്ലഡ്. അഗെയിൻ നോളജ്. ബിക്കോസ് അല്ലാതെ ഞാൻ കുറച്ച് 3 ദിവസം ഉപവസിച്ച് ഞാൻ എല്ലാം ക്രമീകരിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ അടുത്തു, നോ ദർ വിൽ ബി പ്രോബ്ലം അഗെയിൻ. ആർ യു ഗെറ്റിംഗ്? സോ അപ്പം ബ്ലഡ് തന്നിരിക്കുന്നത് എന്തിനാ? Purge your evil conscience. നീ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ പുതിയ ആത്മാവും പുതിയ ഹൃദയവും തന്നു. A new heart and a new spirit is given. And blood is not going to wash your heart. The blood is going to purge your evil conscience. Are you getting it? ഇന്ന് നമ്മളെ യേശുവിൻ്റെ രക്തത്താൽ പിശാചിനടുക്ക, that is all talking about if you still having the sin and condemnation, that's an open door for the devil. Are you getting it? അപ്പം രക്തം കൊണ്ട് എനിക്ക് എന്ത് ലഭിച്ചു? രക്തത്തിൻ്റെ വാല്യൂ, പിതാവാം ദൈവം യേശുവിൻ്റെ രക്തത്തിൻ്റെ the precious blood of Jesus. ഫസ്റ്റ് പീറ്ററിനകത്ത് പറഞ്ഞ precious blood of Jesus, നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് വിലയേറിയതായ വിശുദ്ധമായ രക്തം കൊണ്ടാണ് നിന്നെ വിലയ്ക്ക് വാങ്ങിയത്. അപ്പം നീ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ യു ആർ അഗെയിൻ ഇൻ ട്രബിൾ. ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കും, എൻ്റെ പാപം എല്ലാം ക്ഷമിച്ചു, എൻ്റെ ഇന്നത്തെ നാളത്തെ പാപം ക്ഷമിച്ചു. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഇതൊരു ഒരു 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 ബിലീവറിൻ്റെ ഗ്രോത്തായി കാണിക്കുന്നത്. ഐ ആം ഗോയിങ് ടു ക്ലോസ് ഇറ്റ്. ഓക്കെ, ബിലീവറിൻ്റെ ഗ്രോത്തായി കാണിക്കുന്നത്. അവൻ രക്ഷയുടെ അനുഭൂതി വന്നു. അപ്പം ആദ്യം രക്തം കൊണ്ട് അവന് ലഭിച്ചത് മനസ്സിലായി, ഓ മൈ ഗാഡ്, എൻ്റെ ഇന്നത്തെയും പാപം എല്ലാം ക്ഷമിച്ചു. നൗ ഐ ക്യാൻ ബോൾഡ്ലി ഗോ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. അപ്പോൾ ഇനി ഓർത്തോണം, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ഒരു സ്റ്റെപ്പ് ഇപ്പം ഞാൻ പ്രീച്ച് ചെയ്ത് കുറച്ച് പേര് കേട്ട് കഴിഞ്ഞപ്പോൾ, ഓ മൈ ഗാഡ്, ഈസ് ഗിവിംഗ് ലൈസൻസ് ടു ഡു സിൻ. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ഈ ഒരു സ്റ്റെപ്പിൽ നിന്നപ്പോൾ ഒരാൾ ഈ മെസ്സേജ് മാത്രം കേട്ടോ, ഓ മൈ ഗാഡ്, the Tom is a wrong teacher, he is giving license to sin. No, get me to the next level. Okay, അപ്പോൾ sin, എൻ്റെ ആക്ഷൻസ് ഓഫ് സിൻ, സിൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആക്ഷൻസ് ഓഫ് സിൻ. ഇപ്പോൾ റോമറിൻ്റെ ആദ്യത്തെ ഭാഗം ഏകദേശം 4, 5, 6 നോക്കുമ്പോൾ ബ്ലഡാണ് പറഞ്ഞത്. ബ്ലഡ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നിനക്കൊരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്. ആദ്യം ആ ഗിൽറ്റി കോൺഷ്യസിൽ നിന്ന് നിനക്കൊരു ഡെലിവറൻസ് ആവശ്യമാണ്. അതിന് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ദ ബ്ലഡ്. ദൈവം കൊടുത്തിരിക്കുന്ന വാല്യൂ നീ മനസ്സിലാക്കി കഴിയുമ്പോൾ നിനക്കറിയാം, ഇറ്റ്സ് നോട്ട് അബൌട്ട് മൈ ഗിൽറ്റി, ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പവർ ഓഫ് ദ ബ്ലഡ്. അങ്ങനെ വന്നവനാണ്. അപ്പം നമ്മൾ ആ ദൈവത്തിൻ്റെ അടുത്ത് വരും. അപ്പം നമ്മൾ വി ആർ റണ്ണിങ് ബോൾഡ്ലി ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. അന്നേരം പറഞ്ഞത്, ഓ now the sins are, the actions of sin has been taken care, but I still have a sin nature. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ പാപം ക്ഷമിച്ചു തന്നെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ എന്നാലും എനിക്ക് ഈ പാപപ്രവൃത്തി എനിക്ക് അകത്ത് കിടക്കുന്നു. അപ്പോഴത്തേക്കാണ് റോമൻസ് 6. യു getting it? ഈ പൗലോസ് അതിങ്ങനെ ഗ്രാജുവലായിട്ട് എഴുതി വെച്ചിരിക്കും കേട്ടോ. റോമൻസ് 5 is talking about the forgiveness of sin. The forgiveness of sin is very essential for you to get out from the sin, get out from the guilt and condemnation. അങ്ങനെ വന്ന ഒരാൾ, when you went to the throne of grace, now you understand, oh my God, that is not enough. The blood is good, but I need to get to the next step. Next സ്റ്റെപ്പിലാണ് പറയുന്നത്, the cross, the old man. Now coming to the first picture, the blood deals with your actions of sin, and the cross deals with the root cause of the sin. Are you getting it? Huh? Okay, I'm going to close it quickly. So this is going to be explained in the coming way. So blood, so you understand the value of the blood, and now you understand the old man is crucified. So you have no excuse to live in sin anymore. My sins are forgiven. That is true. So I can go boldly to the throne of grace. When I go boldly to the throne of grace, he started explaining to me, the Holy Spirit started revealing to me, not only your sins are forgiven, the root cause of sin has been eliminated. Now I said, oh my God. So now you're so excited. Oh, my sins are forgiven. I'm free from sin. Because my old man, the old sin nature has been terminated. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആണ്. അതാണ് Romans 6. Forgiveness of sin in 5. And when it comes to Romans 6, now Paul is changing the subject from blood to cross. The cross is like your sin nature has been terminated on the cross by believing. Okay, then, so now think about it. Now this Romans 7 വരുമ്പോഴത്തേക്കാണ് ഡെലിവറൻസ് ഫ്രം ദ ലോ. അപ്പോൾ പ്രോഗ്രഷനിൽ വരുന്നുണ്ട്. ഞാൻ ആദ്യം ദൈവത്തിൻ്റെ അടുത്ത് വന്നു, രക്ഷ ഏറ്റെടുത്തു. അത് കഴിഞ്ഞപ്പം what the blood has done in your life, അത് കഴിഞ്ഞാൽ നിന്നപ്പോഴത്തേക്ക് ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പറഞ്ഞത്, no, I still have the sin nature. You need to have ഈ പാപത്തിൻ്റെ, the body of sin must be destroyed, must be unemployed. For that to happen, forgiveness of sin is not enough. Your old man must be crucified.
You have to believe in that crucifixion. So the cross will take care of the root cause of sin. അത് അങ്ങനെ ഞാൻ സന്തോഷിച്ചിരിക്കും. Oh my God, I got the deliverance from, I got the forgiveness of sin, I got the deliverance from sin. Now അന്നേരം വേറൊരു പ്രോബ്ലം. അന്നേരമാണ് മനസ്സിലായത്, no, I need to get out from the law. Are you getting it? ഇത് ആ പ്രോഗ്രഷനിലായിട്ട് വരുന്നുണ്ടോ? അപ്പോൾ I need to get the deliverance from. അന്നേരമാണ് അവന് മനസ്സിലായത്, no. Got the forgiveness. The old man is crucified. My sin nature has been taken care. Now I need to be not to be under the law anymore. I have to be in Christ. I have to lead by the life of Christ. Are you getting it? ഇനിയും now ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞവനാണ് വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്. ഈ 3 വരാതെ വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ് എത്ര ടീച്ച് ചെയ്താലും പറ്റത്തില്ല. യു ആർ ഫുൾ ഓഫ് ലൈക്ക് sin and condemnation. You are still dealing with the sin nature. You don't even know how to deal with the sin nature. And you don't know, you're still working under the law. The sin hath not dominion over you because you are not under the law, but under Christ. Are you seeing? അപ്പം അത് പ്രോഗ്രഷനായിട്ട് വരുന്നുണ്ടോ? ഇത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യം. ഇത് പോളിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. I experienced it. So അതുകൊണ്ട് I get excited. അപ്പം blood, the cross, and deliverance from law. I am not under the law. I'm under the life of Christ. I'm under a new law, which is the law of life in Christ Jesus. ഇനി അപ്പം നമ്മൾ oh my God, I am so excited. I'm progressing. അപ്പോഴത്തേക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. See, God wanted you to grow until you reach the stature of Christ. He doesn't, you got everything now, ചുമ്മാ വീട്ടിൽ കുത്തി. No. He wanted you to grow until you have the same stature of Christ. It's all done by believing. It's all done by knowing, reckoning, growing, believing. Are you seeing it? There is no other way. ഇന്ന് നമ്മൾ വേറെ other way പോയാൽ you are going out of the way of God. Are you seeing it? So you have to go through God's way. So blood, the cross, the law, and walking in the spirit, not under the law. You are walking in the spirit. Now നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവ് എന്നെ നയിക്കുന്നത്. ഞാൻ 10 നന്മ എടുത്ത് വെച്ചിട്ട് ഓക്കെ ഇതിനകത്ത് number 3 is good. Okay, I'm going to do number 3. No. You are led by the spirit. അപ്പോൾ ടോട്ടലി ഡിപ്പെൻഡൻസ്. നിനക്കറിയത്തില്ല എങ്ങനെയാണ് അടുത്ത ദിവസം ആത്മാവ് നിന്നെ നയിക്കുന്നത്, നിനക്കറിയത്തില്ല. അത് ഇപ്പം ഞാൻ നോക്കണേ, ടെൽ യു വൺ തിങ്. നമ്മുടെ ജീവിതത്തിൽ ഇത് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഓക്കെ എനിക്ക് എല്ലാത്തിനകത്തോട്ട് ചാടാൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ബൈബിൾ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഇവിടെ എല്ലാം അങ്ങോട്ട് മീറ്റിംഗ് തുടങ്ങി. നോ ഐ ടു വെയിറ്റ്. വെയിറ്റിംഗ് ഫോർ ദ ലീഡിങ് ഓഫ് ദ സ്പിരിറ്റ്. അയ്യോ ഞാനീ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? എനിക്കിപ്പോൾ നമ്മൾ കുറച്ച് ബൈബിളൊക്കെ now I got the Bible, now I got the knowledge. അപ്പോൾ നമുക്ക് എല്ലായിടത്തും പോയി no. Waiting for the Lord. Because you're depending. Your dependence. A dependence, that is what God wanted. That is what He created for the man has to be totally dependent on God. Led by the Spirit. അങ്ങനെ ലീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നോക്കണം. ക്ലോസ് ഇറ്റ്. Now അവൻ അപ്പോഴാണ് ലെഡ് ബൈ ദ സ്പിരിറ്റ് വായി കഴിയുമ്പോഴത്തേക്ക് അവൻ പറയും now you have to be a part of the body of Christ. ഇങ്ങനെ ചുമ്മാതെ നടക്കാതെ you have to be active in a fellowship. Because നീ ഈ ഒരു ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബാഡിയായിട്ട് കർത്താവിൻ്റെ ഒരു ബാഡിയാണ്. അപ്പം നിന്നെ നമുക്ക് ഓരോരുത്തർക്കും ദൈവം വെച്ചിരിക്കുന്ന പ്ലാനും പർപ്പസും എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ബാഡി കൂടെ. Are you getting what I'm saying? അതുകൊണ്ടാണ് if you are not in the body of Christ, a fellowship that is growing in the knowledge of Christ, if you are not acting, you are not executing the will of God through you. I think are you seeing what I'm saying? So നമ്മുടെ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ keep on preaching about the blood, keep on preaching about the cross. It's not like ഒരു കാര്യം ചെയ്ത് നിർത്തുവല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുക. The blood, the cross, the law, walking in the spirit, and be a part of the body of Christ. ആ മൊത്തം എൻ്റെ നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം. Let's close it. Hallelujah. എല്ലാം എൻ്റെ അവയവം മൊത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയും എൻ്റെ ചായമും എല്ലാം നിന്നെ ഏത് ഫെലോഷിപ്പിന് അല്ലെങ്കിൽ ഏത് ബാഡി കർത്താവിൻ്റെ തലയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബാഡി അതിനകത്ത് നിന്നെ ആക്കിയിരിക്കുന്നില്ല, അതിൻ്റെ ഫങ്ഷനാണ്. ഇഫ് യു ഹാവ് ദ സിംഗിങ്